സൈലം IASന്റെ ആദ്യത്തെ ഓഫ്ലൈൻ ആൻഡ് റെസിഡൻഷ്യൽ ബാച്ചസ് ഈ ജൂൺ 18 ആരംഭിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ ഒരു കോഴ്സ് ഡിസൈഡിനെ പറ്റി നമ്മൾ ആലോചിച്ച സമയത്ത് ആസ്പിറൻസിന് എക്സാക്ട്ലി എന്താണ് വേണ്ടത് എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള ക്ലാസ്സസ്, റിവിഷൻ മോഡ്യൂൾസ്, പ്രോപ്പർ സ്ട്രാറ്റജീസ്, അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ്, ഇതിനെല്ലാത്തിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സ് ഡിസൈൻ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് ക്ലാസ്സസിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാൽ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ 9 AM മുതൽ 4 hours നീണ്ടു നിൽക്കുന്ന ക്ലാസ്സസ് ആണ് വീക്ക്ലി ലഭ്യമാകുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് 2 സബ്ജക്ട്സ് മാത്രമേ വീക്ക്ലി പ്ലാനിൽ നൽകുന്നുണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് പ്രോപ്പർ സ്ട്രാറ്റജീസ് ഉണ്ടാകുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് സൈലം IASലെ എല്ലാ സാറ്റർഡേയ്സും ഒരു സ്ട്രാറ്റജി ഡേ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സ്ട്രാറ്റജി ഡേ എന്ന് പറയുമ്പോഴേക്കും 2 തരത്തിലുള്ള സ്ട്രാറ്റജി സെഷൻസ് ആണ് നിങ്ങൾക്ക് സാറ്റർഡേയ്സിൽ ഉണ്ടാകുക. ഒന്ന് സബ്ജക്റ്റ് സ്ട്രാറ്റജി സെഷൻസ്. മൺഡേ ടു ഫ്രൈഡേ നടന്നേക്കുന്ന സബ്ജക്ട്സിൻ്റെ ഒരു സ്ട്രാറ്റജി സെഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള വാല്യൂ എൻറിച്ച്മെൻറ്റ് ക്ലാസ്സസ്, PVQ അനാലിസിസ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു നാക്ക് നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ്. അതേപോലെ തന്നെ ജനറൽ വർക്ക്ഷോപ്പുകളും സാറ്റർഡേയ്സിൽ സംഘടിപ്പിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അറൗണ്ട് ഒരു 1 year നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷനിൽ പല ഘട്ടങ്ങളിലായിട്ട് പല രൂപത്തിലുള്ള സ്കിൽ സെറ്റുകൾ, പല രൂപത്തിലുള്ള ഗ്രീവൻസസും കൺസേൺസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തും നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് സംഘടിപ്പിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് എങ്ങനെയാണ് ഓപ്ഷണൽസിൽ തിരഞ്ഞെടുക്കുക, എങ്ങനെയാണ് നോട്ട്സ് മേക്ക് ചെയ്യുക, എങ്ങനെയാണ് പ്രിലിംസിൻ്റെ ചില പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യുക, എങ്ങനെയാണ് മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. ഇതേപോലുള്ള കാര്യങ്ങളാണ് വർക്ക്ഷോപ്സിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. റിവിഷൻ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷനിലോട്ട് ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കോഴ്സിലോട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ഡെയിലി ടെസ്റ്റ് എല്ലാ ദിവസവും 8 PM അതാത് സബ്ജക്ട്സിനെ ബേസ് ചെയ്തേക്കുന്ന ഒരു ഡെയിലി ടെസ്റ്റ് ആപ്പിലൂടെ ലഭ്യമാവുന്നതായിരിക്കും. അതേപോലെ തന്നെ എല്ലാ വീക്കിനും ഒരു വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും, ആ വീക്കിൽ എടുത്തേക്കുന്ന സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട്. ഇതേ ബേസിസിൽ തന്നെ നിങ്ങൾക്കൊരു മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഇത് കൂടാതെ പ്രിലിംസിനോട് അടുക്കുന്ന സമയത്ത് ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസും കൂടി ഉണ്ടാകുന്നതായിരിക്കും. സിവിൽ സർവീസ് ആസ്പിറൻസിനെ പൊതുവെ കുഴക്കുന്നൊരു ഭാഗമായിട്ട് തോന്നിയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി മോഡ്യൂൾസ് വളരെ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കണ്ടന്റ് പാർട്ട്ണറായിട്ടുള്ള ഒള്ളി IAS ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ എല്ലാ സാറ്റർഡേയ്സിലും ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ലെക്ചറും കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. സിവിൽ സർവീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. 3 ഘട്ടത്തിലുള്ള പരീക്ഷ, മോർ ദാൻ 1 year നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ. ഇതിൽ നമ്മൾക്കൊരു അക്കാഡമിക് ഗൈഡിൻ്റെയും ഒരു ഇമോഷണൽ കമ്പാനിയൻ്റെയും ആവശ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഒരു പേഴ്സണൽ മെൻറ്ററിലൂടെയാണ്. നിങ്ങളുടെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാനും ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള അക്കാഡമിക് ഇൻപുട്സ് തരാനും ഈ മെൻറ്റർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സ്വഭാവത്തിനെ മനസ്സിലാക്കിയിട്ട് ഈ 2 എക്സാംസും അടുക്കുന്ന സമയത്ത് പ്രിലിംസിനും മെയിൻസിൻ്റെയും സ്പെഷ്യൽ മോഡ്യൂൾ ക്ലാസ്സസ് ഉണ്ടാവും. അതിൽ ഈ എക്സാംസിന് വേണ്ട വാല്യൂ എൻറിച്ച്മെൻറ്റും അതേപോലെ തന്നെ അക്കാഡമിക് പ്രൊഫഷൻസിയും വളരെ കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങുന്ന ഈ PCM കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 65,999 ആണ്. ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു PCM ബാച്ചാണ് സൈലം IASൻ്റെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ച്. ഇത് കൂടാതെ സൈലം IAS പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബാച്ചാണ്. റെസിഡൻഷ്യൽ ബാച്ചിൽ ഒരു ഫുൾ ടൈം മെൻറ്റർഷിപ്പ് അവൈലബിൾ ആകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് 69,999 ആണ്. ഇവിടെ ഒരു അഡീഷണൽ ഫീസിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ആൻഡ് ഫുഡ് ഫെസിലിറ്റീസും കൂടി അവൈലബിൾ ആകുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ I welcome you all to Xylem IAS.